بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകളാണ് ഈ ദർസുകളിൽ നമ്മൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദാബിത്തു റാബിഅ, നാലാമത്തെ അടിത്തറ, സുനനു സ്വലാത്തിൽ ഖൗലിയ്യത്തി 11 സുന്ന. നിസ്കാരത്തിലെ സുന്നത്തുകൾ രണ്ടായി തിരിക്കാവുന്നതാണ്. സുന്ന ഖൗലിയ്യ, സുന്ന ഫിഅലിയ്യ. നിസ്കാരത്തിൽ പറയാവുന്ന സുന്നത്തുകളുണ്ട്, ചൊല്ലേണ്ട സുന്നത്തുകൾ. അതുപോലെ സുന്നത്തുൻ ഫിഅലിയ്യ, നിസ്കാരത്തിൽ പ്രവർത്തിക്കേണ്ട കർമ്മപരമായ സുന്നത്തുകളുണ്ട്. എന്താണ് സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചര്യയായി പഠിപ്പിച്ചു തന്ന, അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് കൽപ്പിച്ച, എന്നാൽ ഉപേക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ അരികിൽ ശിക്ഷയില്ല എന്ന് അവൻ നമുക്ക് ഇളവ് നൽകിയ കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പൊതുവേ ആളുകൾ പറയും, അത് ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ തെറ്റില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് ഒരു ശരിയായ പ്രയോഗമല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്യാൻ കൽപ്പിച്ച, എന്നാൽ അവൻ്റെ കാരുണ്യത്താൽ നമുക്കുമേൽ അവൻ നിർബന്ധമാക്കിയിട്ടില്ലാത്ത കാര്യങ്ങളാണ് സുന്നത്തുകൾ. അള്ളാഹു ഇളവ് നൽകിയ കാര്യമാണത്. അവൻ ചെയ്യാനാണ് കൽപ്പിച്ചത്, അവന് ചെയ്യുന്നതാണ് ഇഷ്ടമുള്ളത്. സുന്നത്ത് പ്രവർത്തിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളത്. മാത്രമല്ല, ഔലിയാക്കളുടെ പദവിയിലേക്ക് ഒരു മനുഷ്യന് എത്തണമെങ്കിൽ അവൻ സുന്നത്തുകൾ ചെയ്തിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുൽ വലി എന്ന ഹദീസിൽ വന്നതുപോലെ അള്ളാഹുവിലേക്ക് ഒരാൾക്ക് ഏറ്റവും അധികം അടുക്കാൻ സാധിക്കുന്നത് ഫർദുകൾ കൊണ്ടാണ്. മാ തഖറബ ഇലയ്യ അബ്ദി ബിമിസ്ലിൽ ഫറായിദ്. ഫർദുകൾ ചെയ്തുകൊണ്ടാണ് ഒരാൾക്ക് അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പം ശ്രദ്ധിക്കാൻ സാധിക്കുക. അതിനുശേഷം പിന്നീട് സുന്നത്തുകളാണ്. ഫർദുകളെ പൂർത്തീകരിക്കുന്ന കാര്യമാണ് സുന്നത്തുകൾ. ഫർദുകളിലുള്ള കുറവുകൾ നികത്തുന്ന കാര്യമാണ് സുന്നത്തുകൾ. അള്ളാഹുവിൻ്റെ ഇഷ്ടം കൂടുതൽ ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ് സുന്നത്തുകൾ. അപ്പോൾ സുന്നത്ത് ഒരിക്കലും നിസ്സാരമാക്കേണ്ട കാര്യമല്ല. ഒരു കാര്യം സുന്നത്താണെന്ന് പറഞ്ഞാൽ ചില ആളുകളാണ് പിന്നെ ചെയ്യേണ്ടതില്ലല്ലോ. ഒരു കാര്യം സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അത് പിന്നെ ചെയ്യേണ്ടതില്ലല്ലോ എന്നാണ് ധരിക്കാറുള്ളത്. അത് ശരിയായ രീതിയല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ് സുന്നത്തുകൾ. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിനക്ക് അള്ളാഹുവിനോട് എത്രമാത്രം ഇഷ്ടമുണ്ടോ അത്രമാത്രം നീ സുന്നത്തുകൾ അധികരിപ്പിക്കുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവൻ സുന്നത്തുകൾ അധികരിപ്പിക്കും. കാരണം അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാനുള്ള വഴിയാണത്. നിസ്കാരത്തിലെ സുന്നത്തുകൾ ഒരാൾ എത്രമാത്രം ശരിയാക്കുന്നു അത്രയും അയാളുടെ നിസ്കാരം പരിപൂർണമാകും. നിസ്കാരത്തിലെ കുറവുകൾ പരിഹരിക്കപ്പെടും. നിസ്കാരത്തിൽ സംഭവിക്കുന്ന കുറവുകൾ പരിഹരിക്കപ്പെടും. സുന്നത്തുകളെ രണ്ടായി തിരിക്കാം. സുന്നത്തുൻ ഖൗലിയ്യ, സുന്നത്തുൻ ഫിഅലിയ്യ. നിസ്കാരത്തിൽ ചൊല്ലേണ്ട സുന്നത്തുകളുണ്ട്, നിസ്കാരത്തിൽ പ്രവർത്തിക്കേണ്ട സുന്നത്തുകളുണ്ട്. ഈ ദർസിൽ ഇൻഷാ അല്ലാഹ് സുന്നത്തുൻ ഖൗലിയ്യ, നിസ്കാരത്തിൽ ചൊല്ലേണ്ട സുന്നത്തുകളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. സുനനു സ്വലാത്തിൽ ഖൗലിയ്യ, നിസ്കാരത്തിലെ സുന്നത്ത് ചൊല്ലേണ്ട സുന്നത്തായ കാര്യങ്ങൾ 11 സുന്ന, 11 സുന്നത്തുകളാണ്. അതായത് ഇതാണ് പ്രധാനപ്പെട്ട സുന്നത്തുകൾ ഈ 11 കാര്യങ്ങളാണ്. അൽ അവ്വൽ ദുആഉൽ ഇസ്തിഫ്താഹ്. ഒന്നാമത്തേത് ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥനയാണ്. ഇസ്തിഫ്താഹ് എന്ന് പറഞ്ഞാൽ പ്രാരംഭം, തുടക്കത്തിലുള്ള പ്രാർത്ഥന. തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുൻപ് ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഇസ്തിഫ്താഹ്. നിസ്കാരത്തിൻ്റെ തുടക്കം അതിലൂടെയാണ്. ഇത് സുന്നത്താണ് എന്നതിൽ പണ്ഡിതന്മാരെല്ലാം ഏകോപിച്ചിട്ടുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാലാണ് ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥനയുള്ളത്, പ്രാരംഭ പ്രാർത്ഥനയുള്ളത്. ശരി, ഒരാൾ തുടർച്ചയായി 2 or 3 നിസ്കാരങ്ങൾ നിർവഹിക്കുന്നു. ഓരോ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷവും അയാൾ ഇസ്തിഫ്താഹിൻ്റെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ടോ? ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവരുടെ അഭിപ്രായത്തിൽ ഏത് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാലും സുന്നത്ത് ദുആഉൽ ഇസ്തിഫ്താഹ് പ്രാരംഭ പ്രാർത്ഥന സുന്നത്താണ്. ഉദാഹരണത്തിന് തറാവീഹിൽ നമ്മൾ നിസ്കരിക്കുകയാണ്. അപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചു. ആദ്യത്തെ റക്അത്തിൽ പ്രാരംഭ പ്രാർത്ഥനയില്ല, രണ്ടാമത്തെ നിസ്കാരം, അതുപോലെ തന്നെ ദുഹാ നിസ്കാരം, ഇതിലൊക്കെ ഓരോ 2 റക്അത്തുകൾ ആരംഭിക്കുമ്പോഴും ദുആഉൽ ഇസ്തിഫ്താഹ് സുന്നത്താണ്.
ചെറിയ ദുആ ഉൽ ഇസ്തിഫ്താഹിൽ ഏതെങ്കിലും ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലിയാൽ അവന് സുന്നത്ത് ലഭിച്ചു. വലിയ പ്രാർത്ഥന തന്നെ ചൊല്ലണം നിർബന്ധമില്ല. ഫർദുകളിലും സുന്നത്ത് നിസ്കാരങ്ങളിലും ദുആ ഉൽ ഇസ്തിഫ്താഹ് സുന്നത്താണ്, പ്രാരംഭ പ്രാർത്ഥന സുന്നത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്കുതു ബൈന തക്ബീരി വബൈന ഖിറാഅത്തി ഇസ്കാതതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ ഫാത്തിഹ ഓതുന്നതിനിടയിൽ കുറച്ചു നേരം നിശബ്ദനായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തോട് ചോദിച്ചു, ബി അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഇസ്കാതുക ബൈന തക്ബീരി വൽ ഖിറാഅ മാ തഖൂൽ, ഖുർആൻ ഓതുന്നതിന് മുൻപും തക്ബീർ ചൊല്ലിയതിന് ശേഷവും ഇതിനിടയിൽ അങ്ങ് കുറച്ചു നേരം മിണ്ടാതിരിക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങ് എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? ഇതിലൊരു പാഠമുണ്ട്. നിസ്കാരത്തിൽ നിശബ്ദനായി നിൽക്കുക എന്നൊരു പരിപാടിയില്ല. മഅമൂമിന് ഇമാമിൻ്റെ ഖിറാഅത്ത് കേൾക്കുന്ന സമയത്തല്ലാതെ നിസ്കാരത്തിൽ വെറുതെ നിൽക്കുക എന്നുള്ള പരിപാടിയില്ല. ഉദാഹരണത്തിന് ദുഹർ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി, നമ്മൾ ചെറിയ സൂറത്ത് ഓതി, ഇമാം കുറച്ചു നേരം വീണ്ടും നിൽക്കാൻ, മിണ്ടാതെ നിൽക്കരുത്, അടുത്ത സൂറത്ത് ഓത്. വേണമെങ്കിൽ അയാൾക്ക് ആ സൂറത്ത് തന്നെ ആവർത്തിക്കാം. ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഓതിയെന്ന് വിചാരിക്കുക, എങ്കിൽ അയാൾക്ക് സൂറത്തുൽ ഇഖ്ലാസ് വീണ്ടും ആവർത്തിക്കാം, മിണ്ടാതിരിക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം മിണ്ടാതിരുന്നു എന്ന് കണ്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മനസ്സിലായി, വെറുതെ ഇരിക്കല്ല, മറിച്ച് എന്തോ പറയുന്നുണ്ട്. നബി എന്താണ് ചൊല്ലുന്നത്? നിസ്കാരത്തിൽ വെറുതെ മിണ്ടാതിരിക്കരുത്. അതുപോലെ തന്നെ റുക്കൂഇലും സുജൂദിലും ചിലപ്പോൾ തഹജ്ജുദ് നിസ്കാരത്തിലോ മറ്റൊക്കെ ഇമാമിന് പുറകിൽ നിന്നാൽ, ഖിയാമുൽ ലൈലിൽ നിന്നാൽ ഇമാം ചിലപ്പോൾ ദീർഘിപ്പിക്കും. വെറുതെ ഇരിക്കരുത്, ദുആ ചെയ്യുക, അള്ളാഹുവിനെ സ്തുതിക്കുക, എന്തെങ്കിലും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അഖൂൽ, ഞാൻ പറയുന്നത്, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഹസ്നുൽ മുസ്ലിം എന്ന കിതാബിൽ നിന്ന് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ പ്രാരംഭത്തിൽ ദുആ ചെയ്ത അനേകം ദിക്റുകളുണ്ട്, ധാരാളമുണ്ട്. വലിയ ദിക്റുകളുണ്ട്, ചെറിയ ദിക്റുകളുണ്ട്. ഈ ദിക്റുകളിൽ ഒരു 2-3 ദിക്റുകളെങ്കിലും പഠിച്ചു വെക്കുക. ഇവ നിസ്കാരങ്ങളിൽ മാറി മാറി ചൊല്ലുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും സഹോദരങ്ങളെ, ആളുകൾ സുന്നത്തുകൾ ഉപേക്ഷിക്കുന്ന സമയത്ത് അത് ചെയ്യുക എന്നുള്ളത് കൂടുതൽ പ്രതിഫലമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ആളുകൾക്കിടയിൽ നിന്ന് വിസ്മരിക്കപ്പെടുന്ന സമയങ്ങളിൽ ദിക്റുകൾ അധികരിപ്പിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ആളുകൾക്കിടയിൽ നിന്ന് വിസ്മരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അത് ജീവിപ്പിക്കുക എന്നത് കൂടുതൽ പ്രതിഫലമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ചൊല്ലാത്ത ദിക്റുകൾ നമ്മൾ പഠിച്ചെടുക്കുക. അപ്പോൾ ഈ പ്രാർത്ഥന അതിൽപ്പെട്ടതാണ്, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായ. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു പ്രാരംഭ പ്രാർത്ഥനകളിൽ അഫ്ളലായ പ്രാർത്ഥന ഇതാണ്. അങ്ങനെ അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. മറ്റൊരു പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയാണ്, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ചുരുങ്ങിയ പ്രാർത്ഥന, വളരെ എളുപ്പമുള്ള പ്രാർത്ഥനയാണ്. തറാവീഹ് നിസ്കാരങ്ങളിലൊക്കെ ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ കാണാം, ഇത് ചെറിയ പ്രാർത്ഥനയാണ്, ഇത് ചൊല്ലിയാൽ അവന് ആ സുന്നത്ത് ലഭിക്കുകയും ചെയ്തു. നല്ല ദിക്റുകളിൽപ്പെട്ട നല്ല അർത്ഥമുള്ള ദിക്റുകളിലൊന്നാണത്. രണ്ടാമത്തെ സുന്നത്ത് തഅവ്വുദാണ്. തഅവ്വുദ് എന്ന് പറഞ്ഞാൽ ഇസ്തിആദ, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക ശൈത്താനിൽ നിന്ന്. ശുദ്ധ ഖുർആൻ ഓതുന്നതിന് മുൻപ് ഇസ്തിആദ നടത്തുക എന്നത് ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. വഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. വഇദാ ഖറഅതൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതിയാൽ ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം, മിനശ് ശൈത്താനിർ റജീം, പിശാചിൽ നിന്ന്. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നതെങ്കിലും ചുരുങ്ങിയത് പറയാം. അതുകൊണ്ട് ഒരാൾക്ക് ഇൻഷാ അള്ളാഹ് ഈ സുന്നത്തിൻ്റെ അസ്ല് ലഭിക്കുന്നതാണ്. എൻ്റെ ചില പണ്ഡിതന്മാർ അതാണ് ഇസ്തിആദത്തിൻ്റെ രൂപമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിൽ അതാണ് ഇസ്തിആദത്തിൻ്റെ രൂപം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. കാരണം ഖുർആനിലെ ആയത്തിനോട് യോജിക്കുന്ന പദമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഒരാൾ അങ്ങനെ ചൊല്ലിയാൽ അയാൾക്ക് സുന്നത്ത് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന മറ്റൊരു രൂപം ചില ഹദീസുകൾ വന്നു. തിർമിദിയൊക്കെ ഉദ്ധരിച്ച അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രി നിസ്കാരങ്ങളിൽ സലാത്തുൽ ഇസ്തിഫ്താഹ് കഴിഞ്ഞാൽ അവിടുന്ന് പറയുമായിരുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം മിൻ ഹംസിഹി, അതല്ലെങ്കിൽ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം മിൻ ഹംസിഹി
വനഫ്ഹിഹി വനഫ്സിഹ്. ഇതും ഒരാൾക്ക് ചൊല്ലാവുന്ന നല്ല ഇസ്തിആദത്തുകളിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ട ഇതാണ്. ഇതിൻ്റെ ഒന്നും അർത്ഥം പറയുന്നില്ല. നിങ്ങൾ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയുടെ കിതാബുകളോ മറ്റോ എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ അർത്ഥം ലഭിക്കുമെന്നതുകൊണ്ട് അത് കൂടുതലായി പറയുന്നില്ല. മൂന്നാമത്തേത് ആമീൻ എന്ന വാക്കാണ്. ഖൗലു ആമീൻ, തഅമീൻ എന്നാണ് അറബിയിൽ അത് പറയുക. ആമീൻ ആമീൻ എന്ന് പറയൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു വഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു. ഇമാം ആമീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമീൻ എന്ന് പറയണം. വമൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരുടെയെങ്കിലും ആമീൻ എന്ന വാക്ക് ഇമാമിൻ്റെ വാക്കിനോട് ചേർന്ന് വന്നാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അതായത് ചെറു പാപങ്ങൾ, ചെറിയ തെറ്റുകൾ. ചില ഉലമാക്കൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇത്രയധികം പ്രതിഫലം ഇതിന് വാഗ്ദാനം ചെയ്തു, ഇതിന് ഉണ്ട് എന്ന് അറിയിച്ചു. എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രതിഫലം അതിനുള്ളത്? ഒരാൾക്ക് അയാളുടെ ആമീൻ ഇമാമിനോട് ചേർന്ന് വരണമെങ്കിൽ നിസ്കാരത്തിൽ ശ്രദ്ധയിൽ നിൽക്കണം. നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാതെ അലസമായി ഓതുന്നവന് ഇമാമിൻ്റെ ആമീനിനോട് യോജിക്കുക പലപ്പോഴും സാധ്യമല്ല. നിസ്കാരത്തിൽ ശ്രദ്ധ വേണം. ഇമാം എപ്പോഴാണ് നിസ്കാരം, ഇമാമിൻ്റെ ഖിറാഅത്ത് ശ്രദ്ധിക്കുന്നയാളാണ് ഇമാം ആമീൻ പറയുമ്പോൾ അതിനോട് ചേരാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പുറത്ത് ഒച്ച കേൾക്കുമ്പോൾ അവനൊപ്പം ചെല്ലാൻ. അപ്പോൾ തഅമീൻ ഇമാം ആമീൻ എന്ന് പറഞ്ഞാൽ ആമീൻ എന്ന് പറയാം. ചില ഹദീസുകൾ കാണാം അവിടുന്ന് പറഞ്ഞു വഇദാ ഖാലൽ ഇമാമു ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ഫഖൂലു ആമീൻ. ഇമാം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ ആമീൻ എന്ന് പറയുക. കാരണം ഇമാം പിന്നെ അതിന് ശേഷമാണ് ആമീൻ എന്ന് പറയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൽപ്പിച്ചതായി കാണാം. ശരി, ആമീൻ എന്ന വാക്ക് ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതിയാൽ ആമീൻ എന്ന് പറയണം. പതുക്കെയുള്ള നിസ്കാരങ്ങളിൽ പതുക്കെ ആമീൻ എന്ന് പറഞ്ഞാൽ മതി. ഉറക്കെയുള്ള നിസ്കാരം ഈ പറഞ്ഞതിൽ അഭിപ്രായ വ്യത്യാസമല്ല. പതുക്കെയുള്ള നിസ്കാരത്തിൽ ആമീൻ എന്ന് പറയണം, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ആമീൻ എന്ന് പറയണം, അഭിപ്രായ വ്യത്യാസമല്ല. ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ആമീൻ എന്നത് ഉറക്കെ പറയണോ? ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം ആമീൻ എന്ന് പറയണമെന്നാണ്. പൊതുവെ നമുക്കാർക്കും അങ്ങനെ എല്ലാ നിസ്കാരം പരിചയം ഉണ്ടാവില്ല, ഹനഫികൾക്കൊഴികെ. ഹനഫി മദ്ഹബിൽ തഅമീൻ ആമീൻ എന്ന് പറയൽ, ഉച്ചത്തിൽ പറയൽ സുന്നത്തില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തെക്ക് ഭാഗത്തൊക്കെ ചിലപ്പോൾ നിസ്കരിക്കാൻ പോയാൽ മഗ്‌രിബിൽ നിസ്കരിച്ചാൽ നമ്മൾ ആമീൻ പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കും, വേറെ ആരും ആമീൻ പറയാനുണ്ടാവില്ല. ചിലപ്പോൾ ഒറ്റയ്ക്ക് ആമീൻ പറഞ്ഞു. അത് ഹനഫികൾക്ക് അവരുടെ അഭിപ്രായം ഇതാണ്. ഈ ശബ്ദം കേൾക്കുന്ന ഹനഫി മദ്ഹബിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, മദ്ഹബുകൾ ദീൻ പഠിക്കാനുള്ള വഴിയാണ്, ഫിഖ് പഠിക്കാൻ എളുപ്പമുള്ളൊരു മാർഗം മാത്രമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വലിയ ആൾ പറയട്ടെ, ഏത് വലിയ മനുഷ്യനാകട്ടെ, ആര് പറഞ്ഞാലും, ഏതു വലിയ ആൾ പറഞ്ഞാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് ഏറ്റവും മുൻപിലുള്ളത്. അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞില്ലേ, ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഹദീസ് സഹീഹായാൽ, അത് സ്ഥിരപ്പെട്ടു വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ്, അതാണ് എൻ്റെ മാർഗം. അബൂ ഹനീഫയുടെ മദ്ഹബ് സഹീഹായ ഹദീസിൻ്റെ മാർഗമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ്, ഇമാം ദാരിൽ ഹിജ്റ, അദ്ദേഹം പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞു മാ മിൻ അഹദിൻ ഇല്ലാ വയുഖദു മിൻ ഖൗലിഹി വയുറദ്. ഏതൊരു മനുഷ്യനാകട്ടെ അവരുടെ എല്ലാ വാക്കുകളിൽ എടുക്കേണ്ടതുണ്ട്, തള്ളേണ്ടതുണ്ട്. ഇല്ലാ സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്നവരൊഴികെ. അദ്ദേഹം മസ്ജിദ് നബിയിൽ നിന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അടുത്ത് തന്നെയാണ്. ഈ ഖബറിൽ കിടക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഒഴികെ മറ്റാരുടെയും വാക്കുകളിൽ സ്വീകരിക്കേണ്ടതുണ്ട്, കൊള്ളേണ്ടത്. ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ വന്നിട്ടൊരു കാര്യം ചോദിച്ചു, ഒരു വിഷയത്തിൽ ഒരു ഫത്വ ചോദിച്ചു. അപ്പം അദ്ദേഹം ആ വിഷയത്തിൽ ഹദീസ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ മനുഷ്യൻ ഈ ഹദീസ് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, മാ റഅയുക, താങ്കളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം അങ്ങേയറ്റം കോപിക്കുകയും അയാളോട് തിരിച്ചു ചോദിക്കുകയും ചെയ്തു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ കഴുത്തിൽ നസറാനി പുരോഹിതന്മാർ ധരിക്കുന്ന മാല ധരിച്ചതായി കാണുന്നുണ്ടോ? ജൂതന്മാരുടെ പുരോഹിതന്മാർ ധരിക്കുന്ന തൊപ്പി ധരിച്ചതായി കാണുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം നീ എന്നോട് ചോദിക്കുകയാണോ താങ്കളുടെ അഭിപ്രായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് വിരുദ്ധമായ ഒരു അഭിപ്രായം തങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുക എന്നത് അവരിൽ ഒരാളും തൃപ്തിപ്പെട്ടിരുന്നില്ല. അപ്പോൾ ആമീൻ പറയുക എന്നത്
സ്ഥിരപ്പെട്ട സുന്നത്താണ്. അതാ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ നിസ്കരിച്ചു. സഹാബിയാണ്. അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ നിസ്കരിച്ചു. അദ്ദേഹം അവിടെ പോയി കളിക്കുമ്പോൾ അവിടുന്ന് കളിച്ചാൽ കൊണ്ടേ കളി. അദ്ദേഹം പറഞ്ഞു, അമ്മൻ ഇബ്നു സുബൈർ വമൻ വറാഅഹു. ഇബ്നു സുബൈർ അദ്ദേഹം നിസ്കാരത്തിൽ ആമീൻ എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് പിറകിലുള്ളവരും ആമീൻ എന്ന് പറഞ്ഞു. ഹത്താ ഇന്ന ലിൽ മസ്ജിദി ലലജ്ജതൻ. അവരുടെ ആമീൻ്റെ സ്വരം കാരണത്താൽ മസ്ജിദിന് പ്രകമ്പനമുണ്ടായി എന്നാണ്. ആമീൻ ഇങ്ങനെ ഉച്ചത്തിൽ പറയാന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് നഷ്ടപ്പെട്ടു പോയ സുന്നത്തുകളിലൊന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്ത് മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ മസ്ജിദുകൾ ഇത് ശ്രദ്ധിക്കണം. ആമീൻ എന്ന് ഉറക്കെ പറയണം. വലിയൊരു കാലഘട്ടമൊന്നും ആവുന്നതിന് മുൻപ് തന്നെ, കുറച്ച് കാലം മുമ്പ്, ഇതൊക്കെ ചെറുപ്രായത്തിൽ നിസ്കാരത്തിൽ മസ്ജിദിൽ ആമീൻ എന്ന് പറഞ്ഞാൽ, ഇമാം ആമീൻ എന്ന് പറഞ്ഞാൽ മസ്ജിദിലുള്ള ആളുകൾ ഉറക്കെയാണ് ആമീൻ പറഞ്ഞിരുന്നത്. അല്ലാഹു അല സുന്നത്ത് എങ്ങനെയാണ് ആളുകളിൽ നിന്ന് ഇല്ലാതായി പോയത്. ഇപ്പോൾ വളരെ പതുക്കെയാണ് ആൾക്കാർ ആമീൻ പറഞ്ഞു. മാത്രമല്ല നീട്ടി ആമീൻ എന്ന് പറയാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സുന്നത്തുകളിൽ ഒന്നാണത്. ആമീൻ എന്നത് ഉറക്കെയാണ് പറയേണ്ടത്. അത് സഹാബികളിൽ നിന്നും മറ്റുമൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അറാബിഅ, നാലാമത്തെ സുന്നത്ത് ഖിറാഅത്തു സൂറ, സൂറത്ത് ഓതുക എന്നുള്ളതാണ്. ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതുക എന്നുള്ള സുന്നത്താണ്. അത് ഫർദല്ല, നിർബന്ധമായ കാര്യമല്ല. ഏതെല്ലാം നിസ്കാരങ്ങളിലാണ്, ഏതെല്ലാം റക്അത്തുകളിലാണ് ഇത് പൊതുവെ സുന്നത്തായിട്ടുള്ളത്? സുബ്ഹ് നിസ്കാരത്തിൽ 2 റക്അത്തുകളിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്. ഇത് സുന്നത്താണ് എന്നതിന് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇമാമ ഒരു തവണ ഓതിയില്ലെന്ന് വിചാരിക്കുക, ഓതാതെ അദ്ദേഹം റുക്കൂഇലേക്ക് പോയി, ഫാത്തിഹ ഓതി റുക്കൂഇലേക്ക് പോയി. ശരി, അയാൾ സുന്നത്ത് ഉപേക്ഷിച്ചു. പക്ഷെ നിങ്ങൾ പിന്നെ സുബ്ഹാനല്ലാഹ് എന്ന് പറയേണ്ടതില്ല. അത് സുന്നത്താണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയേണ്ടതില്ല. ചിലപ്പോൾ ഇമാമിന് തിരക്കുള്ളത് കൊണ്ടോ മറ്റോ സുന്നത്തായ കാര്യമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതുകൂടിയാണ്. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്. ഏതൊക്കെ നിസ്കാരം? സുബ്ഹ് നിസ്കാരത്തിൽ 2 റക്അത്തുകൾ, ദുഹർ നിസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്തുകളിൽ, അസ്ർ നിസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്തുകളിൽ, മഗ്രിബ് നിസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്തുകളിൽ, ഇശാ നിസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്തുകൾ. ഈ നിസ്കാരത്തിലൊക്കെ സൂറത്ത് ഓതുക. അതുപോലെ തന്നെ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും 2 റക്അത്തുള്ള നിസ്കാരങ്ങളിലൊക്കെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്. ഈ പാരായണം ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിച്ചിരുന്ന 2 സമയങ്ങൾ, ഒന്ന് സുബ്ഹിലും മറ്റൊന്ന് ദുഹറിലുമാണ്. ഈ 2 നിസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം അധികരിപ്പിക്കുമായിരുന്നു. സൂറത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്. ചില സന്ദർഭങ്ങളിൽ ദുഹർ നിസ്കാരത്തിലെ 3-4 റക്അത്തുകളിൽ സൂറത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്. ചില സമയങ്ങളിൽ, എപ്പോഴുമല്ല, ചില സമയങ്ങളിൽ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്ർ നിസ്കാരത്തിൽ അവസാനത്തെ 3-4 റക്അത്തുകളിൽ സൂറത്ത് ഓതുക എന്നുള്ളത് ചില സമയങ്ങളിൽ സുന്നത്താണ്. അപ്പോൾ ചില സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് അതിലെ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പാലിക്കേണ്ട രൂപം എങ്ങനെയാണ്? അവിടുന്ന് ഇടയ്ക്ക് ചെയ്ത കാര്യങ്ങൾ ഇടയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ് സുന്നത്ത്. തീരെ ഉപേക്ഷിക്കാതിരിക്കുക. അൽ ഖാമിസ് അൽ ജഹ്റു ഫിൽ ജഹറിയ്യ, 5ാമത്തെ സുന്നത്ത് ഉറക്ക ഓതേണ്ട നിസ്കാരങ്ങളിൽ ഉറക്ക ഓതുക. അത് സുന്നത്താണ്. അപ്പോൾ നിസ്കാരത്തിൽ ഇമാം അദ്ദേഹം തൻ്റെ ഖിറാഅത്ത് ഉച്ചത്തിലാക്കണം. ഏതൊക്കെ നിസ്കാരങ്ങളിൽ? സുബ്ഹ് നിസ്കാരം, അതുപോലെ മഗ്രിബിലെ ആദ്യത്തെ 2 റക്അത്ത്, ഇശാ നിസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്ത്. എന്നാൽ ഇമാമിന് പിറകിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള സുന്നത്ത് എന്താണ്? മഅ്മൂമിൻ്റെ സുന്നത്ത് എന്താണ്? മഅ്മൂമിന് ഒരിക്കലും നിസ്കാരത്തിൽ ഉറക്കെ ഓതുക എന്നത് സുന്നത്തേ അല്ല. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ദുഹർ നിസ്കരിച്ചു. ഫഖറഅ റജുലുൻ ബിസബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅല, ഒരാൾ പിറകിൽ നിന്ന് സബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅല എന്നത് ഉറക്കെ ഓതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചോദിച്ചു, മൻ ഖറഅ ബിസബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅല, ആരാണ് ഇങ്ങനെ ഓതിയത്? ഒരാൾ പറഞ്ഞു, ഞാനാണ്. അവിടുന്ന് പറഞ്ഞു, ഖദ് അലിംതു അന്ന ബഅദഹും ഖാലജനീഹ, നിങ്ങൾക്കിടയിൽ ഒരാൾ എന്നോട് പാരായണത്തിൽ മത്സരിക്കുന്നതായി ഞാൻ നിസ്കാരത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്കാരത്തിൽ ഇമാമിനാണ് ഉറക്കം ഓതേണ്ടത്. മഅ്മൂമിന് ഒരു നിസ്കാരത്തിലും ശബ്ദമുയർത്തുക എന്നത് സുന്നത്തല്ല, ഏത് സന്ദർഭത്തിലൊഴികെ.
ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരായത്ത് ഒന്നുറക്കെ ഓതിപ്പോയി, അതല്ലെങ്കിൽ ഒരു ദിക്ർ ഒന്നുറക്കെ ഓതിപ്പോയി. ഇങ്ങനെ ഇടയ്ക്ക് നിസ്കാരത്തിൽ ഒരായത്തോ അല്ലെങ്കിൽ ഒരു ആയത്തിൻ്റെ ഭാഗമോ ദിക്റിൻ്റെ ഒരു ഭാഗമോ ഉച്ചത്തിലാകുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ ഇതെപ്പോഴും ഉണ്ടാക്കരുത്, ആൾക്കാർക്ക് ഒരു ഫിത്നയോ വസ്വാസമോ ഉണ്ടാക്കരുത്. ചില സമയത്ത് നമ്മൾ ഓതുമ്പോൾ ഒരു ആയത്ത് ഇടയ്ക്ക് ഒന്ന് ഉച്ചത്തിലായിപ്പോയി അല്ലെങ്കിൽ ഉച്ചത്തിലാകുന്നത് സുന്നത്താണ്, അത് ഹദീസുകൾ വന്നിട്ടുണ്ട്. ശരി, ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾ ഉറക്കം ഓതേണ്ടതുണ്ടോ? ഉലമാക്കൾ രണ്ട് അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തെ പോലുള്ളവർ പറഞ്ഞു, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന വ്യക്തി നിസ്കാരം ഉച്ചത്തിൽ ഓതേണ്ട നിസ്കാരങ്ങളിൽ, ഉദാഹരണത്തിന് സുബ്ഹ് അതല്ലെങ്കിൽ ഇശാ എന്നുള്ള നിസ്കാരങ്ങൾ ഉച്ചത്തിൽ ഓതുക എന്നതാണ് സുന്നത്ത്. അങ്ങനെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ ഉണ്ട്. ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം അതാണ്. മാലിക്കി, ഷാഫിഈ മദ്ഹബുകളുടെ അഭിപ്രായം അതാണ്. അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഈ നിസ്കാരങ്ങൾ ഉച്ചത്തിൽ ഓതുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇയാൾക്ക് മാത്രം ബാധകമല്ല എന്ന് അറിയിക്കുന്ന തെളിവുകൾ പ്രത്യേകിച്ചില്ല. മറ്റു ചിലർ പറഞ്ഞു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അതുപോലെ ഹനഫി മദ്ഹബിലെ അഭിപ്രായം, നിസ്കാരത്തിൽ ഉറക്കെ ഓതേണ്ട നിസ്കാരങ്ങളിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയങ്ങളിൽ ഒരാൾക്ക് സ്വയം തീരുമാനിക്കാം, അയാളുടെ ഇഷ്ടം പോലെ. അയാൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഉറക്കെ ഓതാം, അയാൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അയാൾക്ക് പതുക്കെ ഓതാം. രണ്ടിലേതു തിരഞ്ഞെടുക്കാനും അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. കാരണം അയാൾ പൂർണ്ണാർത്ഥത്തിൽ ഇമാമിൻ്റെ അവസ്ഥയിലല്ല, അയാൾക്ക് പുറകിലുള്ള ആൾക്കാരെ കേൾപ്പിക്കാനുള്ള ബാധ്യതയില്ല. എന്നാൽ പൂർണ്ണാർത്ഥത്തിൽ അയാൾ മഅ്മൂമുമല്ല, കാരണം അയാൾ ഒറ്റയ്ക്കാണ് നിസ്കരിക്കുന്നത്, അയാളുടെ നിസ്കാരം അയാളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അയാൾക്ക് രണ്ടും സാധ്യതയുണ്ട്. ഇമാമിനോടും അയാൾക്ക് ചായ്വുണ്ട്, മഅ്മൂമിനോടും അയാൾക്ക് ചായ്വുണ്ട്. അപ്പോൾ അയാൾക്ക് തിരഞ്ഞെടുക്കാം, ഒന്നല്ലെങ്കിൽ ഉറക്കെ ഓതാം, ഒന്നല്ലെങ്കിൽ പതുക്കെ ഓതാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞു, അവന് ഏറ്റവും ഈമാനികമായ സ്വാധീനമേകുന്നത് ഏതാണോ അത് അവന് സ്വീകരിക്കാം. പൊതുവെ സുന്നത്തുകളിൽ ഒരു അമൽ കൂടുതൽ ശ്രേഷ്ഠത നൽകുന്ന കാരണങ്ങളിൽ ഒന്നാണിത്. ഒരു അമലിന് നമ്മൾ ചില സമയത്തുണ്ട് ഒരു ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കും, ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന ചോദ്യം വരുന്ന സമയമുണ്ട്. നിസ്കരിക്കണോ, ഖുർആൻ ഓതണോ, ദിക്ർ ചൊല്ലണോ, അതല്ലെങ്കിൽ സ്വതക്ക കൊടുക്കാൻ വേണ്ടി അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ പോകണോ, എന്ത് കാര്യം ചെയ്യണം, പലതും ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ എന്ത് സുന്നത്ത് ഇപ്പോൾ ചെയ്യും? ചിലപ്പോൾ നിസ്കരിക്കാൻ മസ്ജിദ് പോയിരുന്നു കഴിഞ്ഞാൽ സമയം കിട്ടി, എന്തു ചെയ്യണം? ഈ ഇത്തരം സന്ദർഭങ്ങളിൽ ഇബാദത്തുകൾക്ക് ശ്രേഷ്ഠത, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ചെയ്യാന്നുള്ളതാണ് അഫ്ളൽ. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാണ്? അതൊരു ചോദ്യമാണ്. അത് തീരുമാനിക്കാൻ പല കാരണങ്ങളുണ്ട്. ഇബാദത്തുൽ വഖ്താണ്, ആ വഖ്തിലെ ഇബാദത്താണ് പൊതുവെ മറ്റു ഇബാദത്തുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളത്. ആ വഖ്തിലെ, ഉദാഹരണത്തിന് ബാങ്ക് കൊടുക്കുന്നതിന് ഇഖാമത്തിനിടയിലിരിക്കുകയാണ്, അപ്പോൾ ആ വഖ്തിലെ ഇബാദത്ത് ഏതാണ്? ദുആ ആണ്. ഖുർആൻ പറയണത്തേക്കാൾ അഫ്ളൽ ദുആ ആണ്. ആ സന്ദർഭത്തിലെ ഇബാദത്ത് ഏതാണ്? ആ സന്ദർഭത്തിലുള്ള ഖുർആൻ ഓതുക എന്നുള്ളതിനേക്കാൾ അഫ്ളൽ ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇതൊരു പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹു പഠിപ്പിച്ച ഇബാദത്ത് ഏതാണ്? മറ്റൊരു കാര്യം, അത് നമ്മളെല്ലാവരും സ്വന്തം മനസ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവനവൻ്റെ ഇബാദത്ത് ഏതാണ് എന്ന തിരിച്ചറിവ് അവരവർക്കുണ്ടായിരിക്കണം. ഇസ്ലാമിൽ നോക്കൂ നിങ്ങൾ, പലതരത്തിലുള്ള ഇബാദത്തുകളുണ്ട്. എന്തിനാണ് പലതരത്തിലുള്ള ഇബാദത്തുകൾ? കാരണം മനുഷ്യർ പല ഇഷ്ടക്കാരാണ്. എല്ലാവർക്കും നിസ്കാരമായിരിക്കില്ല ചിലപ്പോൾ തുറന്നു കിട്ടപ്പെടുന്നത്, അള്ളാഹു തുറന്നു കൊടുക്കുന്നത് നിസ്കാരമായിരിക്കില്ല. ചില ആളുകൾക്ക് ഖുർആൻ പാരായണമായിരിക്കും, ചില ആളുകൾക്ക് ദിക്റായിരിക്കും, ചില ആളുകൾക്ക് സദഖയായിരിക്കും, ചില ആളുകൾക്ക് അമ്റു ബിൽ മഅറൂഫ് ആയിരിക്കും, ചില ആളുകൾക്ക് ജിഹാദായിരിക്കും. ഇങ്ങനെ പലത് തുറന്നു നൽകപ്പെടുന്ന ആളുകളുണ്ട്. സുന്നത്തായ ഇബാദത്തുകളിൽ അവനവന് ഇഷ്ടമുള്ള, അവനവനെ ഏറ്റവും നന്നാക്കുന്ന ഇബാദത്ത് ഏതാണ് എന്ന തിരിച്ചറിവ് അവരവർക്കുണ്ടായിരിക്കണം. ചില ആളുകൾ ഖുർആനായിരിക്കും അവരെ ഭയങ്കരമായി സ്വാധീനിക്കുക. അപ്പോൾ അവനവന് ഏറ്റവും ഉപകാരപ്രദമായത് എന്താണ് എന്ന് തിരിച്ചറിയുകയും അത് കൂടുതലായി ചെയ്യുകയും ചെയ്യാം. അത് ഇബാദത്തുകൾ തസാഹുമുൽ ഇബാദാത്ത് എന്നാണ് അതിന് പറയുക. പല ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരം വന്നാൽ അതിലൊന്ന് തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ ഈമാനികമായ ഉണർവ് നൽകുന്നത് ഏതാണ്? പരലോകത്ത് എനിക്ക് ഉപകരിക്കാൻ സാധ്യത കൂടുതൽ ഏതാണ്? അത് തിരഞ്ഞെടുക്കാൻ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ സുന്നത്തായ ഇബാദത്തുകൾ ചിലർക്ക് അപകടമുണ്ടാക്കുന്നൊരു സ്ഥലം, ചിലപ്പോൾ ഒരാൾക്കൊരു ഇബാദത്ത് ഇഷ്ടമായിരിക്കും,
അപ്പം അത് ചെയ്യാത്ത ആളുകളോടൊക്കെ അവന് പ്രശ്നമാണ്. അവന് അള്ളാഹു അതിനോട് ഇഷ്ടം തോന്നിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അത് ചെയ്യാത്ത ആരൊക്കെ ഉണ്ടോ അവരൊക്കെ അവന് മോശക്കാരായി. അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേക്കാണ്, രാത്രി നിസ്കാരം അതിനെഴുന്നേറ്റ് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയും ആ നിസ്കാരത്തിൻ്റെ പേരിൽ സ്വയം അഹംഭാവം കാണിക്കുകയും ചെയ്യുന്നവനേക്കാൾ അള്ളാഹുവിൻ്റെ അരികിൽ അഫ്ളലായിട്ടുള്ളത് തൻ്റെ തിന്മകളെക്കുറിച്ച് ഓർത്ത് കരഞ്ഞു കരങ്ങിയ കണ്ണുകളുമായി വിനയാന്വിതമായി മനസ്സുമായി കിടന്നുറങ്ങാൻ പറ്റിയ ആളാണ്. അവൻ ഉറങ്ങുന്നത് അള്ളാഹു എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആലോചിച്ചിട്ടാണ്. ഇതിൻ്റെ അർത്ഥം രാത്രി നിസ്കാരം ഒഴിവാക്കണം എന്നല്ല, രാത്രി നിസ്കാരം നല്ലതല്ല അങ്ങനെയല്ല ഈ പറഞ്ഞർത്ഥം. ചില ആൾക്കാർ തിരിച്ചു മനസ്സിലാക്കും, അങ്ങനെയല്ല. മറിച്ച് ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ മുൻപിൽ വിനയം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് സഹായിക്കുന്നത് ഏതാണ് എന്ന് അവനവൻ തിരിച്ചറിയേണ്ടതുണ്ട്. സുന്നത്തായ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ചില രാത്രി നിസ്കാരങ്ങളിൽ നമുക്ക് പതുക്കെ ഓതാനായിരിക്കും ഖൈർ. കാരണം എന്താ, ഒരാൾക്കാർ കേൾക്കാതിരിക്കാൻ, ഒരാളും അറിയാതിരിക്കാൻ അതായിരിക്കും സഹായിക്കുക. വേറെ ചില സമയങ്ങളിൽ ഒരു മനുഷ്യനില്ലാത്ത സമയമാണ്, അല്ലെങ്കിൽ ഒരു വലിയ മസ്ജിദ്, അതായത് മസ്ജിദ് നബിയിൽ പോയി പലരും പല സ്ഥലത്തായി നിസ്കരിക്കുന്നു, നിന്നൊരു മനുഷ്യൻ പരിഗണിക്കാനില്ല, നീ നിൻ്റെ കാര്യം നോക്കി നിസ്കരിക്കാൻ. നിനക്ക് ഉറക്കം ഓതിയാൽ, നിൻ്റെ ഖിറാഅത്ത് നിന്നെ തന്നെ കേൾപ്പിച്ചാൽ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് നിസ്കാരത്തിൽ ഉച്ചത്തിൽ ഓതാം. പൊതുവെ സുന്നത്ത് നിസ്കാരങ്ങളിൽ രാത്രി നിസ്കാരങ്ങളിലെ സുന്നത്ത് ഉറക്കം ഓതലാണ്. രാവിലെയുള്ള നിസ്കാരങ്ങളിലെ പൊതുവെയുള്ള സുന്നത്ത് പതുക്കെ ഓതലാണ്. നിസ്കാരത്തിൽ നിങ്ങൾ പൊതുവെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദുഹർ അസറൊക്കെ പതുക്കെയാണ്. രാത്രി നിസ്കാരങ്ങൾ പൊതുവെ ഉറക്കെയാണ്. മഗ്രിബ്, ഇശാ, സുബ്ഹി രാത്രി കഴിഞ്ഞ് പുലരിയിലേക്ക് പ്രവേശിച്ച സമയം. അപ്പോൾ രാത്രി നിസ്കാരങ്ങളിലെ പൊതുവെയുള്ള സുന്നത്ത് ഉറക്കം ഓതുക എന്നുള്ളതും പകലിൽ ഒപ്പം ഇതിനോടൊപ്പം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നിൻ്റെ ഉറക്കമുള്ള ഓതുന്ന നിസ്കാരം കൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അവൻ ഉറക്കോതാൻ പാടില്ല. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നയാൾ അവൻ ഉറക്കം ഓതുന്നത് കൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ഉറക്കം ഓതാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിലാണ് വിലക്കിയത് എന്ന് അദ്ദേഹം പറഞ്ഞേക്കാണ്. യാ അയ്യുഹന്നാസ് കുല്ലുക്കും യുനാജി റബ്ബഹു. സഹാബികൾ ചിലർ ഉറക്കം ഓതി. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ റബ്ബുമായുള്ള രഹസ്യ സംഭാഷണത്തിലാണ്. ഫലാ യജ്ഹർ ബഅദുക്കും അലാ ബഅദിൻ ബിൽ ഖിറാഅ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കം ഓതിയിട്ട് പ്രയാസം ഉണ്ടാക്കരുത്. അസ്സാദിസ്, ആറാമത്തേത് അൽ ഇസ്റാറു ഫിസ്സറിയ. പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ പതുക്കെ ആക്കുക നിസ്കാരം. നേരത്തെ നമ്മൾ പറഞ്ഞു അൽ ജഹറു ഫിൽ ജഹറിയ. ഉറക്കം ഓതേണ്ട നിസ്കാരങ്ങൾ ഉറക്കം ഓതുന്ന സുന്നത്താണ്. പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ പതുക്കെ ഓതുക എന്നുള്ളതും സുന്നത്താണ്. ഇത് സുന്നത്താണെന്ന് പറഞ്ഞത് വേറെ കാര്യം കൂടി മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ ഉദാഹരണത്തിന് ദുഹർ നിസ്കാരത്തിൽ അറിയാതെ ഇമാം ഉറക്കം ഓതി, അത് നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യമല്ല. അതേപോലെ തന്നെ മഗ്രിബിലെ 3-ാമത്തെ റക്അത്തിൽ ഇമാം ഉറക്കം ഓതി, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. ചില ആൾക്കാർ ചിലപ്പോൾ എന്ത് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലും, ഇമാം എനിക്കെന്താ തെറ്റുപറ്റുന്നതായിരിക്കും അയാൾ ചിന്തിക്കുന്നത്. ചിലപ്പോൾ അയാൾ ഇത് ചിന്തിക്കില്ല. അതേപോലെ തന്നെ ആളുകൾ സംഭവിച്ച കാര്യങ്ങളിൽ പെട്ടെന്നാണ്, തമാശയായി പറയല്ല. ഒരാൾ ഒരിക്കൽ മഗ്രിബ് നിസ്കാരത്തിന് പ്രവേശിച്ചു, ഇമാം നിന്നു. അപ്പോൾ അയാൾ പതുക്കെ ഓതി. പറയുന്നുള്ള ആൾക്കാർ ഇയാൾക്ക് ഫാത്തിഹ ഓതി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യേണ്ടതില്ല. സുന്നത്തായ കാര്യം ഏതാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളിലൊന്നാണ്. സുന്നത്താണ്, ഉപേക്ഷിച്ചത് കൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നില്ല. ഏഴാമത്തെ കാര്യം സിയാദത്തു അലാ റബ്ബന വലക്കൽ ഹംദ്. റബ്ബന വലക്കൽ ഹംദ് എന്ന വാക്ക് അതിന് ശേഷം വരുന്ന ഭാഗം ചൊല്ലുന്നത് സുന്നത്താണ്. മുൻപുള്ള ദർസിൽ പറഞ്ഞിരുന്നു, റബ്ബന വലക്കൽ ഹംദ് എന്ന് 4 രൂപത്തിൽ പറയാം. റബ്ബന ലക്കൽ ഹംദ്, റബ്ബന വലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്. ഈ 4 രൂപവും സുന്നത്താണ്. റബ്ബന വലക്കൽ ഹംദ്, റബ്ബന ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്. ഈ 4 രൂപവും സുന്നത്താണ്. അതിനുശേഷം വരുന്ന ഭാഗം സുന്നത്താണ്, അതിന് അധികരിപ്പിക്കുക എന്നുള്ളത്. റബ്ബന വലക്കൽ ഹംദ് മിൽ അസ്സമാവാത്ത് വമിൽ അർദ് വമിൽ അമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ് എന്ന് ചൊല്ലുന്നത് സുന്നത്താണ്. അതുപോലെ തന്നെ അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ് എന്ന് പറയുന്നത് സുന്നത്താണ്. അതുപോലെ തന്നെ റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹ് അങ്ങനെ ചൊല്ലുന്ന സുന്നത്താണ്. അതുപോലെ തന്നെ സുദീർഘമായ മറ്റൊരു ദുആ ഉണ്ട്. റബ്ബന വലക്കൽ ഹംദ് മിൽ അസ്സമാവാതി വൽ അർദി മിൻ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ് അഹ്ല الثناء والمجد أحق ما قال العبد
വകുല്ലുനാ ലക അബ്ദ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഈ പ്രാർത്ഥനകൾ ഏതു ചൊല്ലാം. ഞാൻ വീണ്ടും വീണ്ടും ഹസ്നുൽ മുസ്ലിം എന്ന നമ്മുടെ മലയാളത്തിൽ മുസ്ലിമിൻ്റെ രക്ഷാകവചം എന്ന പേരിൽ പുറത്തിറങ്ങിയ പുസ്തകമാണ്. ഇതിൽ ഈ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. കാര്യങ്ങൾ മനഃപ്പാഠമാക്കണമെങ്കിൽ ആ പുസ്തകം അന്വേഷിച്ച് കണ്ടെത്തിയാൽ മതി. എട്ടാമത്തേത് അസ്സാമിൻ അസിയാദത്ത് അല തസ്ബീഹത്ത് റുകൂഇലെ തസ്ബീഹിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്നതിനപ്പുറത്തുള്ള ദിക്റുകൾ ചൊല്ലുന്നത് സുന്നത്താണ്. സുബ്ഹാന റബ്ബിയൽ അദീം എന്നതിന് അപ്പുറത്തുള്ള ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. ഏതൊക്കെയാണ് ദിക്റുകൾ? അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയാം, അല്ലെങ്കിൽ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, അതല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. അത് കൂടുതൽ അഫ്ളലാണെന്ന് പറയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിനോടടുത്ത സമയങ്ങളിൽ ഈ ദിക്റാണ് അധികരിപ്പിച്ചിരുന്നത് നിസ്കാരത്തിൽ. അത് അവിടുന്ന് ചൊല്ലാനുള്ള കാരണം എന്താണ്? സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ ഖുർആനിൽ കൽപ്പിച്ചിട്ടുണ്ട്. എവിടെ കൽപ്പിച്ചത്? അഹ്സൻതും ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ്. അതാണ് സുബ്ഹാനക അല്ലാഹുമ്മ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി. അല്ലേ? പ്രാർത്ഥന ശരിക്കും ആയത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയാറുണ്ടായിരുന്നത് കാന യുഅവ്വിലുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ച ആ കൽപ്പന പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. വഫാത്ത് എടുത്തിട്ടുണ്ട്, ഇനി ഇത് ചൊല്ലണം. അപ്പോൾ അമലുകളുടെ അവസാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ മരണം അടുത്തെന്ന് തോന്നുമ്പോൾ ഒരാൾക്ക് അധികരിപ്പിക്കാവുന്ന പ്രാർത്ഥനകളൊന്നാണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി എന്ന പ്രാർത്ഥന. ഇതല്ലാത്ത പ്രാർത്ഥനകളുമുണ്ട്, അതൊക്കെ ഒരാൾക്ക് ചൊല്ലാവുന്നതാണ്. ഇത് ഒരാൾക്ക് ഒരു തവണ ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലാം, 3 തവണ ചൊല്ലുന്നത് പൊതുവെയുള്ള സുന്നത്താണ്. ചിലർ പറഞ്ഞു ഏറ്റവും അധികം പോയാൽ ഒരാൾക്ക് 10 വരെ ചൊല്ലാമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു അലം, അതിന് പ്രത്യേക തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 10 അക്സറുൽ കമാൽ, ഏറ്റവും ഒരാൾക്ക് അധികരിപ്പിച്ചാൽ 10 വരെ അധികരിപ്പിക്കാമെന്ന് ചിലർ പറഞ്ഞതായി കണ്ടിട്ടുണ്ട്. 9ാമത്തെ കാര്യം അസിയാദത്തു അല തസ്ബീഹത്തി സുജൂദിലെ തസ്ബീഹത്തിൽ അധികരിപ്പിക്കുക. സുബ്ഹാന റബ്ബിയൽ അഅല എന്നതാണ് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചത്, വാജിബാണെന്ന് പഠിച്ചു. അതിൽ കൂടുതൽ ചൊല്ലാം. എങ്ങനെയാണ് ചൊല്ലാം? ഉദാഹരണത്തിന് സുബ്ഹാന റബ്ബിയൽ അഅല എന്നത് 3 തവണ ചൊല്ലാം, അത് സുന്നത്താണ്. അതുപോലെ തന്നെ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, അത് സുജൂദിൽ ചൊല്ലാം. അതുപോലെ തന്നെ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി, അത് സുജൂദിൽ ചൊല്ലാം. ഇതൊക്കെ സുന്നത്താണ്. ഈ സുന്നത്തിനോടൊപ്പം സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു സുന്നത്താണ് പ്രാർത്ഥന അധികരിപ്പിക്കുക എന്നുള്ളത്. മൊത്തത്തിൽ ദുആ അധികരിപ്പിക്കുക എന്നുള്ളത് സുജൂദിലെ സുന്നത്തുകളിലൊന്നാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്. ഒരു മനുഷ്യൻ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം സുജൂദിലാകുമ്പോഴാണ്. അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സമയമാണ് സുജൂദ്. നിസ്കാരത്തിലെ ഏറ്റവും അഫ്ളലായ വാക്കേതാണ്? അഫ്ളലായ വാക്കേതാണ്? അഫ്ളലായ വാക്ക് ആലോചിച്ച് നോക്കൂ. നിസ്കാരത്തിൽ ചൊല്ലുന്ന കാര്യങ്ങൾ ഏറ്റവും അഫ്ളലായ വാക്കേതായിരിക്കും? ഏറ്റവും അഫ്ളലായ ചൊല്ലാനുള്ള കാര്യങ്ങൾ ഏറ്റവും അഫ്ളലായത് അഫ്ളലു ഖുർആനിൽ ഏതാണ്? ഫാത്തിഹയാണ്. ഫാത്തിഹയിൽ ഏറ്റവും അഫ്ളലായത് അഅ്ളമു അസ്സൂറ ഫിൽ ഖുർആൻ. ഖുർആനിൽ ഏറ്റവും മഹത്തരമായ സൂറത്ത് ഫാത്തിഹയാണ്. നിസ്കാരത്തിൽ ചൊല്ലാവുന്ന ഏറ്റവും നല്ല കാര്യം ഫാത്തിഹയാണ് വാക്കുകളിൽ ഏറ്റവും നിസ്കാരത്തിൽ അഫ്ളലായ സ്ഥലം. കാരണം ആ സമയത്താണ് അള്ളാഹുവിന് മറുപടി പറയുന്നത്. കേട്ടിട്ടുണ്ടാവും ഹദീസൊക്കെ, അതെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹു മറുപടി പറയുന്ന സമയമാണ്. നിസ്കാരത്തിൽ അഫ്ളലായ വാക്ക് ഫാത്തിഹയാണ്. ഏറ്റവും അഫ്ളലായ സമയം അതാണ്. നിസ്കാരം ചൊല്ലാനുള്ള സമയങ്ങൾ ഏറ്റവും അഫ്ളലായ സമയം. അതില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി, റുക്നാണ്. നിസ്കാരത്തിൽ ഏറ്റവും അഫ്ളലായ നാവ് കൊണ്ട് ചെയ്യാവുന്ന കാര്യം ഫാത്തിഹ ഓതുക എന്നുള്ളത്. മാത്രമല്ല ഖുർആൻ പാരായണം ഒരാൾക്ക് ഫാത്തിഹ ഒഴിച്ചു നിർത്തിയാൽ ഒരാൾക്ക് ഏറ്റവും അഫ്ളലായ ഖുർആൻ പാരായണം നിർവഹിക്കാവുന്ന സമയം ഇതാണ്, നിസ്കാരത്തിലാണ്. നിസ്കാരത്തിലെ ഖിറാഅത്താണ് അഫ്ളലായ ഖിറാഅത്ത്. ഖുർആൻ പാരായണത്തിന് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന സമയം നിസ്കാരത്തിലാണ്. അപ്പോൾ നിസ്കാരത്തിൽ അവന് ഹിഫ്ളില്ലെങ്കിൽ നിസ്കാരങ്ങളിൽ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് ഓതാൻ.
അതല്ലെങ്കിൽ ഹെഫ്ദുള്ള ഭാഗം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓതാം. ഖുർആൻ ഓത്ത് ഏറ്റവും അഫ്ദലായ സമയം നിസ്കാരത്തിലാണ്. ശരി, നിസ്കാരത്തിൽ ഏറ്റവും അഫ്ദലായ രൂപം ഏതാണ്? പ്രാവർത്തികമായ രൂപങ്ങളിൽ സുജൂദാണ്. ഏറ്റവും അഫ്ദലായ വാക്ക് ഫാത്തിഹയാണ്. ഏറ്റവും അഫ്ദലായ സമയം, നൃത്തത്തിൻ്റെ സമയം സുജൂദാണ്. സുജൂദ് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മുൻപിൽ നീ നിൻ്റെ അടിമത്വം, നീ എത്രമാത്രം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് നീ അംഗീകരിക്കുന്ന സമയമാണ്. നീ ഇങ്ങനെ ഈ നൃത്തം നീ ഒരാൾക്ക് മുന്നിൽ നിൽക്കാൻ പറ്റില്ല, അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമാണ്. ഈ സമയം അള്ളാഹുവിൻ്റെ അടിമയായി നീ അങ്ങേയറ്റം അംഗീകരിക്കുന്ന സമയമാണ്. അള്ളാഹു നിന്നോട് ഏറ്റവും അടുക്കുന്ന സമയമാണ്. അവൻ നിൻ്റെ പ്രാർത്ഥനകൾ ഏറ്റവും അധികം കേൾക്കുന്ന സമയം. ഫഖാമിനുൻ അൻ യുസ്തജാബ ലക്കും, നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ അത്രയധികം സാധ്യതയുണ്ട് ഈ സമയത്ത്, സുജൂദിൻ്റെ സമയത്ത്. സുജൂദ് സഹോദരങ്ങളെ ദുആകൾക്ക് ഉപയോഗപ്പെടുത്തുക, പ്രാർത്ഥനകൾക്ക് സുജൂദ് ഉപയോഗപ്പെടുത്തുക. എങ്ങനെ ഉപയോഗപ്പെടുത്തുക? പ്രാർത്ഥന അദബുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, എങ്ങനെ ദുആ ചെയ്യേണ്ടത് എന്ന് അല്ലേ? പിന്നെ അള്ളാഹുവിന് ഹംദ് ചൊല്ലിക്കൊണ്ട്, അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, അവനവൻ്റെ അള്ളാഹുവിൻ്റെ മഹത്വം എടുത്തു പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അവൻ്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ദുആ ചെയ്യേണ്ട തർത്തീബ് അതാണ്. അങ്ങനെയാണ് അള്ളാഹുവിലേക്ക് പ്രവേശിക്കേണ്ടത്. അള്ളാഹുലേക്ക് പ്രവേശിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അവൻ്റെ കാര്യങ്ങൾ തുറന്നു വെക്കേണ്ടത്. സഹോദരങ്ങളെ, എത്ര ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാണ് ഇബാദത്ത്. എന്താ അതിൻ്റെ അർത്ഥം? ഇബാദത്ത് അതിൻ്റെ ഏറ്റവും അഫ്ളലായ അവസ്ഥ പ്രാർത്ഥനയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിന് നിങ്ങൾ ഏറ്റവും അടുത്ത സമയത്താണ്, നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച സമയത്താണ്. അള്ളാഹുവിന് നിങ്ങൾ ഏറ്റവും അടുത്ത സമയത്തായിരിക്കണം. നമ്മൾ പലർക്കും അത് പലപ്പോഴും മനസ്സിലാകാത്തത്, ജീവനില്ലാത്ത പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ അധികരിക്കുന്നതുകൊണ്ടാണ്. വെറുതെ ഇരുന്നിട്ട് എന്തോ ചൊല്ലുന്നു, നമ്മൾ ചൊല്ലുന്ന നമുക്ക് അറിയില്ല എന്താ ചൊല്ലുന്നത്. ദുആകൾ ജീവനില്ലാത്തതാകുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവാത്തത്. അതല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഇബാദത്തുകൾ എടുത്തു നോക്കൂ, അതിലേറ്റവും നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ച സമയം ദുആന്റെ സമയം. ദുആ ഹുവൽ ഇബാദ എന്ന ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, മനുഷ്യൻ്റെ അള്ളാഹുവിന് മുൻപിലുള്ള താഴ്മയും അവൻ്റെ വിനയവും അവൻ്റെ ഹൃദയം തകരുന്ന അവസ്ഥയും ദുആയിലോളം വെളിപ്പെടുന്ന മറ്റൊരു സമയമല്ല. ആ സമയത്തല്ലാതെ ഇത് ഇങ്ങനെ പ്രകടമാവുന്ന വേറൊരു സമയമല്ല. നീ അങ്ങേറ്റത്തെ ആപത്തിൽപ്പെട്ടു, എന്താ നീ ചെയ്യുന്നത്? പെട്ടെന്ന് നീ പ്രാർത്ഥിക്കുക, അള്ളാഹ് ദുആ ചെയ്യണം, എനിക്കിത് കിട്ടാൻ വേണ്ടി. ആ സമയത്തുള്ള നിൻ്റെ താഴ്മയും വിനയവും മറ്റൊരു സമയത്ത് എനിക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ദുആ ഏറ്റവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ, ലൈസ ഷൈഉൻ അക്റമു അലല്ലാഹി മിന ദുആ, പ്രാർത്ഥനയേക്കാൾ അള്ളാഹുവിൻ്റെ അരികിൽ മാന്യമായ ആദരവുള്ള മറ്റൊരു കാര്യവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹദീസിൽ വിവരിച്ചത് ഈ സന്ദർഭത്തിൽ ഓർക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ദുആ സുജൂദിൽ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. രാത്രി നിസ്കാരത്തിൻ്റെ സമയത്ത് ഈ അവസാനത്തെ സമയങ്ങൾ നിങ്ങൾക്ക് ആ സമയം തുറന്നു കിട്ടിയാൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്ക് എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഇന്നി ലാ അഹ്മലു ഹമ്മൽ ഇജാബ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക എന്നതല്ല എന്നെ വ്യാകുലപ്പെടുത്തുന്നത്, ഞാൻ അതാലോചിച്ചിട്ടല്ല ടെൻഷൻ അടിക്കുന്നത്. ഇന്നി ലാ അഹ്മലു ഹമ്മൽ ഇജാബ വലാകിൻ ഹമ്മ ദുആ, എൻ്റെ മനസ്സിനെ വ്യാകുലതപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കാൻ പറ്റുക എന്നുള്ളതാണ്. എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുക? പ്രാർത്ഥന ഫത്ഹ നൽകപ്പെടുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഫത്ഹ ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ദുആ സ്വീകരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അത് അള്ളാഹു പരലോകത്തൊന്നല്ലേ ഖൈർ തരും, അല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും ഷർ എടുത്തു നീക്കും, അല്ലെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്ന കാര്യം തരും എന്ന് മനസ്സിലാവും അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. ഈ അർത്ഥത്തിൽ അള്ളാഹു നിനക്ക് ശരിയായ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ അവസരം നൽകുന്നത് അവൻ നിനക്ക് ഉത്തരം നൽകാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. ശരി, ഞാൻ പറഞ്ഞു, നിനക്ക് പ്രാർത്ഥിക്കാൻ അവസരം തന്നാരാണ്? നിൻ്റെ ഹൃദയത്തെ ഈ അവസ്ഥയിലാക്കിയതാരാണ്? നീ ആക്കിയതാണോ? അല്ല, അള്ളാഹുവാണ് ആക്കിയത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് നിൻ്റെ ഹൃദയത്തെ അള്ളാഹു എത്തിച്ചിരിക്കുന്നു എന്നത് എന്തിനുള്ള അടയാളം? അള്ളാഹു നിൻ്റെ ദുആ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ സൂചനകളിൽ ഒന്നാണ്. അപ്പോൾ ആ സന്ദർഭം ഉപയോഗപ്പെടുത്താൻ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യാം. എങ്ങനെ? അത് പല സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദുആൻ്റെ അദബുകൾ. അള്ളാഹുവിനെ ഹംദ് ചെയ്യുക, അള്ളാഹുവിനെ ശരിക്കും ഓർത്തുകൊണ്ട് ഹംദ് ചെയ്യുക. അള്ളാഹു നീ റഹ്മാനാണ്, റഹീമാണ്, അസീസാണ്, മലിക്കാണ്, ഫാത്തിഹ ഓതുക.
സൂറത്തുൽ ഇഖ്ലാസ് ഓതി വെക്കുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇതൊക്കെ അതിൻ്റെ തുടക്കങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അതൊക്കെ അള്ളാഹുവിനെ പറ്റിയാണ് ഈ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനൊക്കെ തുടക്കം എന്താണ്? അള്ളാഹുവിനെ പറ്റിയാണ് ഈ പറയുന്നത്. ആയത്തുൽ കുർസിയിലുള്ള കാര്യം പറയാം. ആയത്തുൽ കുർസി 10 വാചകങ്ങളുണ്ട്. ഈ 10 വാചകവും നിങ്ങൾ ദുആയിൽ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തരമായ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് നീ നിൻ്റെ തെറ്റ് പറയാം, നീ അള്ളാഹുവിൻ്റെ മഹത്വം പറയാം, നിൻ്റെ അവസ്ഥ പറയാം, നീ എത്ര മാത്രം വലിയ ധിക്കാരത്തിലാണുള്ളത് എന്ന കാര്യം പറയാം. സ്വലാത്ത് ചെല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട സ്വലാത്ത് ചെല്ല, നിൻ്റെ അവസ്ഥ പറയാം, എന്നിട്ട് ദുആ ആരംഭിക്കാം. ആ സന്ദർഭത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നീ ദുആ ചെയ്തിട്ടില്ലെങ്കിൽ വരെ നിൻ്റെ ദുആ എത്തിയിട്ടുണ്ടായിരിക്കും. നിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയുന്ന സമയമാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ദുആൻ്റെ സന്ദർഭങ്ങളിൽ. അപ്പോൾ സുജൂദിൽ ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്ന പ്രാർത്ഥനകളിലൊന്നാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു സഗീറഹു വകബീറഹു സിർറഹു വഅലാനിയതഹു എന്ന പ്രാർത്ഥന സുജൂദിൽ അവിടുന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. 10ാമത്തെ കാര്യം അൽ ആശിർ അസ്സിയാദത്തു അലാ റബ്ബി ഗ്ഫിർലി. റബ്ബി ഗ്ഫിർലി എന്നതിന് അപ്പുറത്തേക്കുള്ള ദിക്ർ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലാം. ഏതൊക്കെ? റബ്ബി ഗ്ഫിർലി, റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇത് തർത്തീബ് അങ്ങോട്ടോട് മാറിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. റബ്ബി ഗ്ഫിർലി എനിക്ക് പുറത്തു തരണേ, വഹ്ദിനി എനിക്ക് ഹിദായത്ത് നൽകണേ, വർസുഖ്നി എനിക്ക് റിസ്ക്. ഈ 2 കാര്യം, ഹിദായത്ത് ദുനിയാവിലും ആഖിറത്തിലുണ്ട്, പരലോകത്തിലുണ്ട്. വർസുഖ്നി റിസ്ക് എന്ന് പറഞ്ഞത് ദീനിയായ റിസ്ക്കുണ്ട്, ഖുറവിയായ അതുപോലെ തന്നെ ദുന്യവിയായ റിസ്ക്കുണ്ട്. വർസുഖ്നി. അതുപോലെ തന്നെ വജ്ബുർനി. എന്താ വജ്ബുർനി എന്ന് പറഞ്ഞാൽ? എന്താ വജ്ബുർനി? വജ്ബുർനി എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ കുറവുകൾ നികത്തണേ എന്നാണ്. എനിക്കുള്ള കുറവുകളുണ്ടല്ലോ ദുനിയാവിലും ദീനിലൊക്കെ ഒരാൾക്ക്. അള്ളാഹുവിൻ്റെ പേരുകളൊന്നാണ് എന്ത്? വജ്ബുർനി എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന പേരേതാ? ജബ്ബാർ. അള്ളാഹു ജബ്ബാറാണ്. ജബ്ബാർ എന്നതിൻ്റെ അർത്ഥങ്ങളിൽ ഒന്നിതാണ്, അള്ളാഹു കുറവുകളെ നികത്തുന്നവനാണ്. അതുപോലെ തന്നെ വർഹംനി വർഫഅനി. വർഹംനി എന്ന് പറഞ്ഞാൽ എന്നോട് കരുണ കാണിക്കണേ, വർഫഅനി എന്ന് പറഞ്ഞാൽ എൻ്റെ പദവികൾ ഉയർത്തണേ ഒക്കെ ഒരാൾക്ക് ഭാഷ. 11ാമത്തെ കാര്യം തഅവൂദു മിൻ അർബഅ ബഅദ തശഹുദിൽ അഖീർ. അവസാനത്തെ തശഹുദ് കഴിഞ്ഞാൽ 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുക. ഏതൊക്കെ 4 കാര്യം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. 4 കാര്യം. അദാബിൽ ഖബ്ർ, ഖബറിലെ ശിക്ഷ. പിന്നെ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിൻ്റെ ഫിത്ന. മസീഹ് ദജ്ജാൽ വരുന്നതിന് മുൻപൊരു ഫിത്ന ഉണ്ട് മസീഹ് ദജ്ജാലിനെ കൊണ്ട്. അതെന്താണ്? മസീഹ് ദജ്ജാൽ വരുന്നതിന് മുൻപുള്ള ഫിത്ന. അതിൽ വിശ്വസിക്കാനുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കാനുള്ളതാണ്. അതൊരു ഫിത്നയാണ്. ആ ഹദീസുകൾ കേട്ട് കഴിഞ്ഞാൽ ഈമാനുള്ള ഒരാൾക്ക് അല്ലാതെ അതിൽ വിശ്വസിക്കുക പ്രയാസമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ പറഞ്ഞേക്കണം സഹാബികളോട് പറഞ്ഞത്. തമീംദാരിയുടെ ഹദീസിൽ ദജ്ജാലിനെ കണ്ടു എന്ന ഹദീസിൽ അവിടുന്ന് സന്തോഷിച്ചതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് എത്ര അധികമായി പറഞ്ഞിട്ടുണ്ട്, ഇതാ അതിനെ സത്യപ്പെടുത്തുന്ന വാക്കുമായി തമീമുദ്ദാരി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇത് വിശ്വസിക്കാന്നുള്ളൊരു ഫിത്നയാണ്. 3ാമത്തെ കാര്യം ഫിത്നത്തുൽ മഹ്യാ വൽ മമാത്ത്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഫിത്ന. ജീവിതത്തിൻ്റെ ഫിത്ന എന്താണ്? ഒരാൾ ഫിത്നയിൽ അകപ്പെട്ടു പോകാനുള്ളത്, ദുനിയാവിൻ്റെ ഫിത്നകൾ അകപ്പെട്ടു പോകാനുള്ളത്. മമാത്ത് മരണത്തിൻ്റെ ഫിത്ന എന്താണ്? ലാ ഹൗല വലാ ഖുവത. എത്ര വലിയ ഫിത്നയാണത്. മരിക്കുന്ന സമയത്ത് ആൾ തെറ്റിപ്പോകാന്നുള്ളത് എത്ര വലിയ ഫിത്നയാണ്. എല്ലാം ചെയ്തു ഒരാൾ തകർന്നു പോകാന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഒരാൾ 90 വർഷം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തെന്ന് വിചാരിക്കുക. ഒരു നിമിഷം അവസാനത്തെ ഒരു നിമിഷം അയാൾ ശിർക്കിലായാൽ 90 വർഷം ബാത്തിലായി. 90 ഒരു നിമിഷം. ഷിർക്ക് എന്നത് പണ്ഡിതന്മാർ പറയും ഖത്രത്തും മിൻഹു തുഫ്സിദു ബിഹാർ അൽ ഹസനാത്ത്. ഷിർക്കിൻ്റെ ഒരു തുള്ളി നന്മകളുടെ ഒരു സമുദ്രത്തെ തന്നെ ഇല്ലാതെയാക്കി കളയും. എത്ര മതി അവസാനത്തിൽ രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. സബ്ബിതു അല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറ. അപ്പോൾ ആ സമയത്ത് രക്ഷപ്പെടാൻ സാധിക്കും. ശൈത്താൻ അവൻ്റെ എല്ലാ കഴിവുകളോടും കൂടി അവൻ്റെ എല്ലാ സൈന്യത്തെയും ഉപയോഗപ്പെടുത്തുന്ന സമയമാണിത്. അവൻ നിങ്ങൾ ഏറ്റവും വലിയ ശിർക്കിൽ അകപ്പെടണമെന്ന് ആഗ്രഹമില്ല.
ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവൻ തൃപ്തനാണ്. ഏത് ഒരു കാര്യം മതി. ഒരു കാര്യം തന്നെ ഉദാഹരണത്തിന് അവൻ പറയും നസ്രാനിയത്താണ് ശരി, നീ അത് വിശ്വസിച്ചില്ലെങ്കിൽ നീ കഴിച്ചില്ലാവില്ല, നീ രക്ഷപ്പെടില്ല, അതാണ് ശരി. ഒരാളെ വിശ്വസിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അവൻ്റെ ഇത്രയും കാലത്ത് ഇസ്ലാം അതോടുകൂടി നശിച്ചു. ആ സന്ദർഭത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ ഫضലല്ലാതെ മറ്റൊരു കാര്യവും നിന്നെ സഹായിക്കാൻ പോകുന്നില്ല. ഫിത്നത്തുൽ മഹ്യ വൽ മമാത്ത് വമിൻ ഫിത്നത്തുൽ മസീഹ് അദ്ദജ്ജാൽ, മുൻപേ പറയാൻ പറ്റത് അദാബുൽ ഖബർ, ഫിത്നത്തുൽ ഖബർ, ഫിത്നത്തുൽ മസീഹ് അദ്ദജ്ജാൽ, ഫിത്നത്തുൽ മഹ്യ വൽ മമാത്ത്. പറഞ്ഞില്ലേ? നാല് പറഞ്ഞു. ഈ 4 കാര്യം ഇത് താവൂസ് റഹിമഹുല്ലാ അദ്ദേഹം തൻ്റെ കുട്ടി നിസ്കരിച്ചതിന് ശേഷം ഇത് ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിസ്കാരം മടക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു അലം, അത് വാജിബാണ് എന്നതുകൊണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ കുട്ടിയെ നിസ്കാരം ശീലിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തായിരിക്കാം. പക്ഷേ ചില ആളുകൾക്ക് വാഹരി മദ്ഹബിലും മറ്റുമൊക്കെ ഇത് വാജിബാണെന്ന അഭിപ്രായമുണ്ട്. ഈ 4 കാര്യങ്ങൾ നിസ്കാരത്തിൽ ചൊല്ലുക എന്നുള്ളത് വാജിബാണെന്ന അഭിപ്രായം ചിലർക്കുണ്ട്. എന്തായാലും അത് പ്രബലമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പനയായി പറഞ്ഞിട്ടുണ്ട്. പൊതുവെ നിങ്ങൾക്കറിയാതെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ വാജിബാണ്. അപ്പോൾ അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങളിൽ ഒന്നാണ് ഈ 4 കാര്യം. അപ്പോൾ ഇത് നിസ്കാരത്തിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ 11 സുന്നത്തായ വാക്കുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സുന്നത്തായ പ്രവർത്തികളാണ്. നമുക്ക് അടുത്ത ദർസിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. വഹദാ അല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സ്വല്ലല്ലാഹു കഴിഞ്ഞില്ലേ? അത് ഈ നിങ്ങളുടെ പുസ്തകത്തിൽ എന്തില്ലേ? ഞാൻ നോക്കിയ പുസ്തകത്തിലില്ല. തസ്ലീമത്തു സാനിയ മുന്നേ പറഞ്ഞെന്ന് തോന്നുന്നത്. തസ്ലീമൽ ഊല, ഒന്നാമത്തെ സലാം വിട്ടൽ റുക്നാണ്, രണ്ടാമത്തെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് അത് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് അതിനുള്ള തെളിവ്. എനിക്ക് തോന്നുന്നത് ഇത് പുതിയ കോപ്പിയാണോ അല്ല പഴയ കോപ്പിയാണോ എന്നറിയില്ല. ഒരു കോപ്പിയിൽ അതില്ല. ഓക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.